പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘവും ഇപ്പോൾ വയനാട്ടിലേക്ക് തിരിച്ചു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള 25-അംഗ മെഡിക്കൽ സംഘമാണ് മരുന്നുകളും മറ്റ് അവശ്യ വസ്തുക്കളുമായി വയനാട്ടിലേക്ക് പോയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അതും ആശ്വാസകരം തന്നെയാണ് വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത്തരം വിവരങ്ങളും വരുന്നു. വീണ്ടും KT സ്വാലിഹിലേക്ക് തന്നെ പോകുകയാണ്. സ്വാലിഹ, മുൻപ് സംസാരിച്ചപ്പോൾ മഴയുടെ കാര്യം സ്വാലിഹ് പറഞ്ഞിരുന്നു. ഇന്നലെ പോലും രാത്രി വൈകി രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സം സൃഷ്ടിച്ചത് ഈ പ്രതികൂലമായ കാലാവസ്ഥ. ഇന്നിപ്പോൾ പുഴ കൂടി നിറഞ്ഞൊഴുകുന്നു. ഏത് നിലയിലാണ് ഇനിയുള്ള മണിക്കൂറുകൾ? ഇന്നലെ നമ്മൾ വൈകുന്നേരം ഒരു 5:30 കൂടി കനത്ത മൂടൽമഞ്ഞും അവിടെ കണ്ടിരുന്നു. ഇന്നും അങ്ങനെയൊക്കെയാണോ സാഹചര്യങ്ങൾ? അക്ഷിത, ഇന്ന് രാവിലെ മുതൽ നല്ല അനുകൂലമായ ഒരു കാലാവസ്ഥ, നല്ല തെളിഞ്ഞ അന്തരീക്ഷം ഉച്ചവരെ ഉണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തു തുടങ്ങി. മുകൾ ഭാഗത്ത് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്ന മുണ്ടക്കൈ ഭാഗത്ത് ഏതാണ്ട് 1 മണിക്കൂറായി കനത്ത മഴ തന്നെ തുടരുന്ന സാഹചര്യമുണ്ട്. ഇതേ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ ദൗത്യസംഘത്തിലുണ്ടായിരുന്ന പലരെയും താഴേക്ക് തിരിച്ച് പോരേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഈ പുഴയിലെ ജലനിരപ്പും ഉയർന്നതാണ് വലിയൊരു ആശങ്ക ഉയർത്തുന്നത്. സ്വാഭാവികമായും അത് ഈ പ്രദേശത്ത് മണ്ണിടിച്ചിലിനുള്ള ഒരു സാധ്യത മുൻകൂട്ടി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ഇടിഞ്ഞതുകൊണ്ട് അതിൻ്റെ മറ്റു പ്രദേശങ്ങൾ കൂടി ഈ മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടെന്ന ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണ് നീക്കിയുള്ള ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെയൊക്കെ ഭാഗങ്ങൾ നീക്കിയുള്ള പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാവട്ടെ ഏതാണ്ട് ഒരാൾ പൊക്കത്തിൽ ചളിയും കുഴഞ്ഞു നിൽക്കുന്ന ഭാഗമാണ്. ഇത് മാറ്റുന്നിടത്തോളം ഈ മഴ ഇങ്ങനെ ശക്തിയായി നിന്നാൽ ഈ ചളി മാറ്റുന്നതോടൊപ്പം തന്നെ മുകളിൽ നിന്ന് വീണ്ടും ചളി ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഈ റെസ്ക്യൂ ഓപ്പറേഷനെ, ഈ ദൗത്യത്തെ വലിയ പ്രതികൂലമായി ഈ കാലാവസ്ഥ ബാധിക്കുന്നുണ്ട്. ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായാൽ വളരെ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാധന സാമഗ്രികളും മറ്റും എത്തിക്കാനാവും. വലിയ വാഹനങ്ങൾ പാലത്തിന്റെ നിർമ്മാണം നമ്മൾ അത് പൂർത്തിയാകുന്നത് കാത്തിരിക്കുമ്പോൾ പോലും ഈ നിമിഷത്തിൽ അറിയേണ്ട മറ്റൊരു കാര്യം, ഒറ്റപ്പെട്ട് കിടന്ന എല്ലാ മേഖലകളിലേക്കും ഈ ദൗത്യസേനാംഗങ്ങൾക്ക്, രക്ഷാപ്രവർത്തകർക്ക് ഇതിനോടകം എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടോ സ്വാലിഹ? ഏതെങ്കിലും മേഖലകൾ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന സംശയമുള്ള മേഖലകളുണ്ടോ ഇനിയും? ആളുകൾ, ഇത്തരത്തിൽ ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം പരമാവധി പേരെ ഇന്നലെയും ബാക്കി ആളുകൾ ഏതാണ്ട് സുരക്ഷിത സ്ഥാനത്തായിരുന്നു. പക്ഷേ അവർക്ക് ഇങ്ങോട്ട് കടക്കാൻ ഈ പാലം ഇല്ലാത്തത്, യാത്രാ സൗകര്യം ഇല്ലാത്തതാണ് വലിയ പ്രശ്നമുണ്ടാക്കിയിരുന്നത്. അവർക്ക് അവിടെ തന്നെ മെഡിക്കൽ സൗകര്യവും ഭക്ഷണവും ഒക്കെ എത്തിച്ചു നൽകിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ അവരെ വീണ്ടും തിരിച്ച് എത്തിക്കുന്ന നടപടികൾ ആരംഭിച്ചു. അത് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങൾ ഓരോന്നായി പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഈ റോപ്പിൽ കെട്ടി തന്നെയാണ് വീണ്ടും അത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ പാല നിർമ്മാണം പൂർത്തിയായാൽ കൂടുതൽ ഒരുമിച്ച് ഇതൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ആളുകൾക്കൊക്കെ സ്വമേധയാ തന്നെ ചൂരൽമലയിൽ ഈ മേപ്പാടി ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്ത് വരാൻ കഴിയും. പക്ഷേ നിലവിൽ അതിനുള്ള ഒരു സൗകര്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണവും മറ്റും അവിടെ എത്തിക്കുകയാണ്. ഈ റിസോർട്ടിലും അതോടൊപ്പം മദ്രസയിലും ഉണ്ടായിരുന്ന മുഴുവൻ പേരെയും എത്തിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ട ആളുകളെ എല്ലാം മുഴുവനായും തന്നെ ഇതിനകം എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. അത് വിവിധ സംഘങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നു. 3 ഇടത്താണ് വലിയ നാശമുണ്ടായിട്ടുള്ളത്. അവിടെയെല്ലാം തന്നെ ഈ ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. ശരി, KT സ്വാലിഹാണ് അത്തരം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.